ഇതാ കവിത. എന്തായിരുന്നു ആ കവിതയുടെ പേര്? ഫ്രണ്ട്ഷിപ്പ്. ഇംഗ്ലീഷിലായിരുന്നു എഴുതിയത്. നിങ്ങൾ ഈ സ്നേഹനിധി എന്നുള്ള പരിപാടി നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ടീച്ചറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അതുകൊണ്ട് കുട്ടികളും സമൂഹവുമായിട്ടൊരു അടുത്തിടപഴകാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ടോ? കുട്ടികൾക്കൊരു സാമൂഹിക അവബോധം അല്ലെങ്കിൽ രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്നുണ്ടോ? അവബോധം ഉണ്ടാകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഉദാഹരണം പറയാൻ പറ്റും ഇങ്ങനെ ഒരു പരിപാടി? കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ പ്രണവ് എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവിടെ ക്യാൻസർ കുറച്ചുകൂടെ മൈക്ക് അടിച്ചു. ഓക്കെ, ക്യാൻസർ ആയിട്ട് ആ കുട്ടി ഭയങ്കര തീരെ പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടിയാണ്. അപ്പം നമ്മുടെ അടുത്ത് അവർ രക്ഷിതാക്കളെ അറിയിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ 56,000 രൂപ ഞങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പം എല്ലാ സമയത്തും അസുഖങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് കളക്ഷൻ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാ ആഴ്ചയും കുട്ടികൾ സ്വരൂപിക്കുക. അവർക്ക് ഇപ്പോൾ പോക്കറ്റ് പണി ആയിട്ടോ അല്ലെങ്കിൽ കസിൻസ് കൊടുത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് ഇഷ്ടമുള്ളത്, ഒരു നിർബന്ധമില്ല ഇന്ന രൂപ തരണം എന്നാൽ ഒന്നുമില്ല, ഇഷ്ടമുള്ളത് കൊണ്ടുവന്ന് അതിൽ ഫണ്ട് നിക്ഷേപിക്കും. എല്ലാ വെള്ളിയാഴ്ച അത് കളക്ട് ചെയ്യും. അത് ഒരു ടീച്ചർക്ക് ചുമതലയുണ്ട്. ആ ടീച്ചർ HM ചേർന്ന് അത് കുട്ടികൾ തന്നെയാണ് എണ്ണി തിട്ടപ്പെടുത്തി കാശ് ഇത്രയാണെന്ന് പറയുക. അത് കഴിഞ്ഞാൽ അത് ബാങ്കിൽ കൊണ്ടുപോയിടും. ഇല്ല, കുട്ടികൾക്കത് കുട്ടികൾ ആരെങ്കിലും ഒന്ന് പറയും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക? ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള ഒരു അനുഭവം എന്താണ്? സ്നേഹനിധിയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ മുന്നിലിരിക്കുന്ന ഹീറോ എന്ന് പറഞ്ഞ് മിണ്ടുന്നേ ഇല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ. ഇന്ന് സമൂഹത്തിലെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കാരണം. അത്ര വലിയ വാക്യമൊന്നും പറയണ്ട. ഈ സ്നേഹനിധി കൊണ്ട് പൈസ ഇടുമ്പോൾ എന്താ തോന്നുന്നതെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ഇടുമ്പോഴോ? അല്ല, ഇടുമ്പോഴല്ല, അതൊരു സഹായമല്ലേ. വയ്യാത്ത കുട്ടികൾക്കായിട്ട് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതെല്ലാ കുട്ടികൾക്കും അറിയാം ഈ സ്നേഹനിധി ഇതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു മനസ്സിലാലോചിച്ചിട്ടാണോ എല്ലാ കുട്ടികളും വന്നിരുന്നത്? അത് ടീച്ചർ വഴക്ക് പറയുന്നു പറഞ്ഞാണോ? ഇല്ല, അങ്ങനെ ഒരാളും ചെയ്യില്ല. അതറിയാൻ വേണ്ടിയാ ചോദിച്ചത്. ഇതുപോലുള്ള നാട്ടിൻപുറത്തുള്ള സ്കൂളുകളിൽ പഠിച്ചാൽ അവർ നല്ല നിലയിലെത്തും, നല്ല ഉദ്യോഗം കിട്ടും, ഭാര്യ മക്കളോ അല്ലെങ്കിൽ കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കും. അതിനപ്പുറം അവരിൽ നിന്ന് സമൂഹത്തിന് എന്താണ് കിട്ടിയത്? അവര് നല്ല നിലയിലെത്തി, രക്ഷപ്പെട്ടു. അവര് നല്ല പോലെ എത്തിയുണ്ടല്ലോ. അത് മറ്റുള്ള കുട്ടികൾക്ക്, അതായത് ഇപ്പൊ വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തുള്ള പ്രചോദനം. അവരുടെ ജീവിതത്തിലൂടെ അവര് സമൂഹത്തിന് എന്ത് പ്രത്യേക സേവനമാണ് ചെയ്തത്? അതിപ്പോൾ ഇതുപോലെ പഠിച്ച് നേരത്തെ പഠിക്കാൻ ഭാഗ്യമുണ്ടായവർ നല്ല ഉദ്യോഗവും നല്ല നിലയിലൊക്കെ എത്തുകയും ചെയ്യും. അവരിലൂടെ സമൂഹത്തിന് എന്ത് ഗുണം കിട്ടി? വിദ്യാഭ്യാസം കിട്ടാതെ പോയ ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ. അന്നൊക്കെ സമൂഹത്തിൽ കുറച്ച് പേര് മാത്രമേ സ്കൂളിൽ പഠിക്കുകയുള്ളൂ, കോളേജിലേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ അവരിൽ നിന്ന് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി? സമൂഹത്തിന് മറ്റുള്ളവരെ രക്ഷപ്പെട്ടു പോയി, അത് സമ്മതിച്ചു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഐഡിയ അവർക്ക്, ആ മനോഭാവം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിച്ചവർക്കെല്ലാം ഉണ്ടാകാനായിട്ട് എന്ത് പ്രവർത്തനമാണ് നമ്മളോട് ചെയ്യുന്നത്? ഞങ്ങൾ അതെ, എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ പോരാ, സമൂഹത്തിന് ഞാൻ മുഖേന ഗുണം കിട്ടണം. സംഭാവനകൾ ഇപ്പോൾ പാവപ്പെട്ടവരുണ്ടല്ലോ, അവരെ സംഭാവന ചെയ്യലും, പിന്നെ അതുപോലെ തന്നെ സ്നേഹനിധിയുടെ കാര്യം ഈയിടെ തുടങ്ങിയ ഒരു ആക്ടിവിറ്റി അല്ലേ? സ്നേഹനിധി ഇപ്പൊ തുടങ്ങിയ ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി ആയിട്ട് കുറച്ച് പഠിച്ചു പോയവർ വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ അധ്യാപകരല്ലാതെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാനും ഞങ്ങളുടെ സ്കൂളിനോട് യോജിപ്പിച്ച് മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് അവർ ഇടപെട്ട് വരുന്നുണ്ട്. അതിനുള്ള ഒരു പരിശീലനം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് കുറേ നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ സ്കൂളെല്ലാം വിട്ടു പോവും, കോളേജിലേക്ക് പോവും, പിന്നെ കോളേജ് കഴിഞ്ഞ് ജീവിതത്തിലേക്ക്, വളരെ മുതിർന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്കൊക്കെ പോവും. അപ്പോൾ മോൾ എന്താണ് ഈ സ്കൂളിനെ പറ്റി ഓർക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല ഒരു ഓർമ്മ എന്ന് പറയാൻ? ഇപ്പോൾ പറയാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും, കാരണം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഈ സ്കൂളിൻ്റെ എന്ത് മുഖമാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? വായനാലയം ഭയങ്കര നല്ല ഇഷ്ടമാണ് എനിക്ക്. വായനാലയത്തിലൂടെ എനിക്ക് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും ആവശ്യം, ക്ലാസ്സുകളിൽ എടുക്കുമ്പോൾ അധ്യാപകരെടുക്കുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ നോട്ടുകളൊക്കെ കുറിക്കുന്നത് അവിടെയാണ്. പിന്നെ ഞങ്ങൾക്ക് പാഠഭാഗത്തിന് ബന്ധപ്പെട്ട ഒരു തിരക്കഥകളുടെ ഒക്കെ പകുതി ഭാഗം കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരക്കഥകളുടെ ഇതിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് തിരക്കഥ എങ്ങനെയാണ് എഴുതേണ്ടത്, അതെങ്ങനെയാണ് രൂപകൽപ്പന ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊക്കെ ഞങ്ങൾക്ക് അറിവ് ലഭിക്കാറുണ്ട്. ഞങ്ങൾ അശോകൻ ചെരുവിലിൻ്റെ ഒരു
പുസ്തകം ഞങ്ങൾ തിരക്കഥ രൂപത്തിലെ ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തിരക്കഥ രൂപത്തിൽ എഴുതി തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അശോകൻ ചരിവലിൻ്റെ ഈ കഥയിൽ നിന്ന് അത് അഭിനയിക്കുകയും അതിൻ്റെ തിരക്കഥ എഴുതുകയൊക്കെ ചെയ്തതിന് ശേഷം മോളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ അടുത്ത് കഴിയുന്ന വൃദ്ധരായിട്ടുള്ള മുത്തശ്ശിയോടോ മുത്തശ്ശന്മാരോടോ അവരെ പിന്നെ കാണുന്നത് ഏതെങ്കിലും ഒരു മാറ്റം മോൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഇനിയും ഇങ്ങനെയാണ് എൻ്റെ മുത്തശ്ശനോട് അല്ലെങ്കിൽ എൻ്റെ അയൽവക്കത്തെ പ്രായമായ ആളിനോട്, അത് ഏതെങ്കിലും രീതിയിൽ മോളെ പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, മോൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടോ? എൻ്റെ അയൽവക്കത്തുള്ള ഒരു അമ്മാമയ്ക്കിപ്പോൾ എന്തോ ഒരു അസുഖമുണ്ട്, പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള എന്തോ ഒരു അസുഖമുണ്ട്. ആ അമ്മാമ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ വീടിന് ഓപ്പോസിറ്റാണ് അമ്മാമ്മയുടെ വീട്. ആ അമ്മാമ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. മക്കളൊക്കെ പ്രായമാകുമ്പോൾ ഓർമ്മപ്പശകൾ കാരണം മക്കൾക്കൊക്കെ ഭയങ്കര വെറുപ്പൊക്കെ ആവും. നമുക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും. കാരണം നമുക്ക് അങ്ങനെ ആ അവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതുണ്ടാവും. അപ്പം അമ്മാമ്മനെ ഒരു വഴക്ക് അറിയണമൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം ഉണ്ടാവും. വളരെ നന്നായി. ഈ ഫാമിലി വിസിറ്റ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. കാരണം കുട്ടികളുടെ ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ഈ ശരിക്കും പറഞ്ഞാൽ ആ എ ഗ്രേഡ് വാങ്ങിക്കണം എന്നുള്ളതിൽ കവിഞ്ഞിട്ട് വേറെ ഒന്നും അധ്യാപകർ സാധാരണ ശ്രദ്ധിക്കാറില്ല. അത് നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു കാര്യമാണ്. അതോടൊപ്പം പറഞ്ഞ വേറൊരു കാര്യം, ഈ പരാതിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞു അല്ലേ? പരാതിപ്പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ സ്റ്റുഡൻസ് എഴുതിയിടുന്ന പരാതികൾ അതെങ്ങനെയാണ് ടീച്ചേഴ്സ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്? എങ്ങനെയാണ് പരാതിപ്പെട്ടി എന്ന് പറയുന്നത്? കുട്ടികളുടെ ഈ അഡോളസൻസ് ഏജിലെ പ്രശ്നങ്ങൾ, അതാണ് അതിൽ ഉദ്ദേശിച്ചത്. പരാതിപ്പെട്ടി അല്ലാതെ പ്രശ്നപരിഹാര പെട്ടിയാണത്. അപ്പോൾ ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഈ കൗമാരപ്രായത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഈ പറയുന്ന പെട്ടിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ദിവസവും അതെടുത്ത് അതിൻ്റെ പരിഹാരങ്ങൾ ഒരാഴ്ചയിൽ ഒരു ദിവസം വെച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, അത് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ. അതെ. അപ്പോൾ അവരെഴുതുന്ന ആ പരാതിയിൽ പേപ്പറിൽ പേരെഴുതി വെക്കുന്നുണ്ട്. അവരുടെ പേരെഴുതുമ്പം ഐഡന്റിഫൈ ചെയ്യില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവർക്ക് എല്ലാ ഇതും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമോ? പേരെഴുതാതിരിക്കാൻ കാരണം വെച്ചാൽ അത് പേരെഴുതി നമുക്ക് ആരെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലേ? അതപ്പോ ജനറലായിട്ട് നമ്മൾ കൊടുക്കുക. ഇനി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന് ജൂറി നൽകിയിരിക്കുന്ന സ്കോർ 91.2 ഔട്ട് ഓഫ് 100.